മന്ത്രി പോയി മഹിജയെ ബോധ്യപ്പെടുത്തിയ കാര്യം മുഖ്യമന്ത്രി നേരത്തെ തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും CPIയുടെ ദേശീയ സമിതി അംഗവുമായ സഖാവ് ബിനോയ് വിശ്വത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രി ആയിട്ടില്ലെങ്കിലും ബിനോയ് വിശ്വം മുൻ മുഖ്യമന്ത്രിയായല്ലോ, അതുമതി. അല്ലെങ്കിൽ തന്നെ ഇനി അങ്ങനെ ഒരു ദിവസം വരില്ലെന്ന് ആര് കണ്ടു? കമ്മ്യൂണിസ്റ്റുകാരുടെ തലയിലും ദൈവം വരച്ചു കാണുമല്ലോ. ഏതായാലും സഖാവ് ഇപ്പോൾ വന്നത് അതിനൊന്നുമല്ല. ജിഷ്ണുവിൻ്റെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും കാണാൻ വന്നതാണ്. ജിഷ്ണുവിൻ്റെ കുടുംബം, ജിഷ്ണുവിൻ്റെ അച്ഛൻ അശോകൻ, ജിഷ്ണുവിൻ്റെ അമ്മ മഹിജ, അമ്മാവൻ ശ്രീജിത്ത്, അവരെല്ലാവരും എത്രയോ വർഷങ്ങളായി എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമല്ല ബന്ധുക്കളുമാണ്. 10 കൊല്ലം നാദാപുരത്തെ MLA ആയിരിക്കെ എനിക്കറിയാം ആ കുടുംബത്തിനെ. ആ കുടുംബം ആദ്യന്തം ഇടതുപക്ഷ കുടുംബമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെ നന്മകളെല്ലാമുള്ള കുടുംബമാണ് ആ കുടുംബം. ആ കുടുംബത്തിൻ്റെ സന്തതിയാണ് ജിഷ്ണു. ജിഷ്ണു കോപ്പി എടുക്കില്ല എന്ന് മഹിജയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം. പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി കോപ്പി എടുക്കാൻ പഠിപ്പിക്കുന്ന സംസ്കാരമല്ല ആ കുടുംബത്തിൻ്റെ സംസ്കാരം. ആ കുടുംബം ഉന്നതമായ കമ്മ്യൂണിസ്റ്റ് ഗുണങ്ങളുള്ള നന്മകളുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ കുട്ടിയെ പരീക്ഷ പാസ്സാകാൻ വേണ്ടി നീ കോപ്പി അടിച്ചോ എന്ന് പഠിപ്പിക്കുന്ന അച്ഛനും അമ്മയും എല്ലാവരും എനിക്ക് ഉറപ്പുണ്ട്. ഉന്നതമായ കമ്മ്യൂണിസ്റ്റ് ബോധമുണ്ടായാൽ ചെറുപ്പക്കാർക്ക് എന്തു സംഭവിക്കുമെന്ന് ബാക്കിയുള്ള മാതാപിതാക്കൾക്ക് ഇതോടെ പിടികിട്ടി കാണും. ജിഷ്ണുവിൻ്റെ കുടുംബത്തിൻ്റെ നഷ്ടവും വേദനയുമെല്ലാം LDF ഗവൺമെൻറ്റിന് പൂർണ്ണമായും ബോധ്യപ്പെടും. LDF ഗവൺമെൻറ് കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ നീതിക്ക് വേണ്ടി കിടന്നവരുടെ ഹൃദയവികാരങ്ങളെ ഉൾക്കൊള്ളാൻ കെൽപ്പുള്ള ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് ഇത്തരം വിഷയങ്ങളിലെല്ലാം ശരിയായ കാഴ്ചപ്പാട് ഉണ്ടാകുമെന്ന് നമുക്ക് അവർക്കും അറിയാം. പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ് എന്താണ്? ആ ഗവൺമെൻറ്റിൻ്റെ നയമെന്താണ്? ഒരു ജനകീയ വിഷയത്തെ, ഒരു വൈകാരിക പ്രശ്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് എങ്ങനെയാണ് കാണുന്നത്? ഇതൊന്നും ചിന്തിക്കാത്ത, ഇതൊന്നും അറിയാത്ത കുറച്ച് പേരുണ്ട് കേരള പോലീസിൽ. ആ കേരള പോലീസിലെ രാഷ്ട്രീയത്തിൻ്റെ അർത്ഥമറിയാത്ത, സാമൂഹ്യ ബോധമില്ലാത്ത, കാക്കി ധിക്കാരം മാത്രം സ്വായത്തമാക്കിയ ഏതാനും ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയത്. ഇതുതന്നെയാണ് ജിഷ്ണുവിൻ്റെ കുടുംബവും പറയുന്നത്. ഇതൊരു വലിയ രാഷ്ട്രീയ സമരമായി മാറ്റുന്നതിൽ വലിയൊരു ഗൂഢാലോചന ഈ പോലീസുകാർ നടത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളെ ചവിട്ടി വീഴ്ത്തിയതും അറസ്റ്റ് ചെയ്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോകാനും ഈ ഞങ്ങളെ കൂടെയുള്ള മറ്റുള്ളവരെ ഇപ്പോഴും ഒരു വണ്ടിയിലിട്ട് എവിടെയൊക്കെ കൊണ്ടുപോവുകയാണ്. ഇത്രയും ക്രൂരമായി ഞങ്ങളോട് പെരുമാറേണ്ട ആവശ്യമില്ല. ഈ കൃഷ്ണദാസിൻ്റെ അച്ചാരം പറ്റുന്ന കൃഷ്ണദാസിൻ്റെ പണിയാളന്മാർ ഇപ്പോഴും പോലീസ് സേനയിലുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുതന്നെയാണല്ലോ MA ബേബി ഫേസ്ബുക്കിൻ്റെ ചുവരിൽ എഴുതിയത്, പോലീസ് ധാർഷ്ട്യം കാണിച്ചു എന്ന്. പോലീസുകാരെന്ത് ധാർഷ്ട്യം കാണിച്ചത് നിനക്കറിയില്ല, അത് ബേബിയോട് ചോദിക്കണം. മുഖ്യമന്ത്രിയും പാർട്ടിയും അങ്ങനെയൊരു നിലപാടെടുത്ത് നിൽക്കുമ്പോഴാണ് കാസർകോട്ട് ഒരാൾ മരിക്കാൻ നേരത്ത് പോലീസ് വണ്ടിയിൽ പോയി കയറിയത്. ഇനിയിപ്പോൾ ഈ സർക്കാരിന് മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. പണ്ടൊരിക്കൽ കോടിയേരി ബാലകൃഷ്ണൻ പോയ വഴി. നേരെ കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് ചെല്ലുക, ദേവിയുടെ മുന്നിൽ ഒന്ന് മുട്ടറക്കുക. ഇത്രത്തോളമായ സ്ഥിതിക്ക് ഇനി വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല. ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.